ഈ ഒരു ചെറിയ ഇയറിംഗ് ആൻഡ് ചെയിൻ സെറ്റ് എങ്ങനെയുണ്ട് കാണാൻ? അടിപൊളിയായിട്ടില്ലേ? ALG ഫാഷൻ ലാബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈ ഒരു ചെറിയ ഇയറിംഗും അതിനെ പറ്റിയ മാലയും ഉണ്ടാക്കിയെടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇയറിംഗും ചെയിൻ സെറ്റും ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കണം. എൻ്റെ ഒരു പുതിയ ചാനലാണ്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ കാണാൻ താല്പര്യമുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു കമ്മൽ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 2 ഹെഡ് പിൻസ് എടുത്തിട്ടുണ്ട്. അതിലൊന്നിൻ്റെ സൈസ് ഇത്തിരി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചെറുതും ഒന്ന് വലുതായിട്ടിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ആദ്യം ഹെഡ് പിൻ എടുത്ത് അതിലേക്കൊരു റൗണ്ട് ബീഡ്, ഗോൾഡൻ റൗണ്ട് ബീഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഗോൾഡൻ ബീഡ് ആഡ് ചെയ്തതിന് ശേഷം രണ്ടാമത് നമ്മൾ മെറൂൺ കളർ ജെല്ലി ബീഡാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 8mm ജെല്ലി ബീഡാണ് കേട്ടോ ഇത് ശരിക്കും മെറൂൺ കളറാണ് കേട്ടോ. റെഡ് കളർ ആഡ് ചെയ്താൽ ഇത്രയും ഭംഗി ഉണ്ടാവില്ല ഇതിന്. അതുകൊണ്ട് ഞാൻ മെറൂൺ കളർ തന്നെയാണ് എടുത്തത്. ഈ ഒരു കളർ ജെല്ലി ബീഡും പിന്നെ കുറച്ചധികം വേറെ കളേഴ്സും ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്താണ്. ഈ ഒരു ഇയറിംഗ് നിങ്ങൾക്ക് ഏത് കളറിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്, അപ്പം അതുകൊണ്ട് റെഡ് ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഈ ഒരെണ്ണം തന്നെ ഉണ്ടാക്കിയത്. ഈ ഒരു കമ്മലുമാലയും നിങ്ങൾക്ക് സ്കൂളിലും കോളേജിലും അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിസ്മസ് പാർട്ടീസിനൊക്കെ ഇട്ടിട്ട് പോകാവുന്നതാണ്. ഓഫ് വൈറ്റ് കളറിൽ ചെറിയ എംബ്രോയിഡറി വരുന്ന ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേ രണ്ടാമത്തെ ഹെഡ് പിന്നും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അസംബിൾ ചെയ്ത് കൊടുക്കണം. അസംബിൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഒരു ജംപ് റിങ് എടുക്കാം. ജംപ് റിങ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ലീഫ് ചാമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം ലീഫ് ചാം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ ഹെഡ് പിൻ വെച്ച് ഉണ്ടാക്കിയില്ലേ, അതാദ്യം കോർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് വലുതും. ആ ഹെഡ് പിന്നിലേക്ക് ബീഡ്സ് സെറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഇത്തിരി ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പരിപാടിയും. ബാക്കിയൊക്കെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. എല്ലാം ആഡ് ചെയ്തതിന് ശേഷം ജംപ് റിങ് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫിഷ് ഹുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫിഷ് ഹുക്കിൻ്റെ അയിൽ നമ്മൾ ഇതുപോലെ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് രണ്ടും കൂടി ഇന്റർകണക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചെറിയ ഇയറിംഗ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളർ ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ ഇതിന്. ഈ ഒരു ലീഫ് ചാം ഞാൻ കുറച്ചധികം അന്വേഷിച്ചിരുന്നു, എനിക്ക് കിട്ടിയില്ലായിരുന്നു. പിന്നെ ഞാൻ ഓൺലൈൻ വാങ്ങിയതാണ്. 35 റുപ്പീസാണ് കേട്ടോ ആയത്. ഇനി ഇതുപോലെ തന്നെ 2 എണ്ണം കൂടി ചെയ്തെടുക്കണം. ഒരെണ്ണം രണ്ടാമത്തെ കമ്മലിനും ഒരെണ്ണം പെൻഡന്റിനും വേണ്ടി. രണ്ടാമത്തെ കമ്മൽ ഞാൻ ഓഫ് ക്യാമറ ആണ് കേട്ടോ ചെയ്തെടുത്തത്. ഇനിയിപ്പോൾ പെൻഡന്റ് ആണ് ഉണ്ടാക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് മാല സെറ്റാക്കി എടുക്കാം. അതിനുവേണ്ടി 2 അറ്റത്തും ചെറിയ ജംപ് റിങ്സ് കൊടുക്കുക. എൻ്റെ കയ്യിൽ ചെറിയ ജംപ് റിങ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ചെയിൻ ഭയങ്കര ചെറുതായതുകൊണ്ട് തന്നെ ഞാൻ ഐപ്പിനിൻ്റെ ഐ മാത്രം കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരറ്റത്ത് ജംപ് റിങ്ങിൻ്റെ കൂടെ തന്നെ ലോബ്സ്റ്റർ ഹുക്കും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് പെൻഡന്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതിൽ കണ്ണികൾ ചെറുതായത് കൊണ്ട് തന്നെ എനിക്ക് പെൻഡന്റ് ഒരു കണ്ണിയുടെ അകത്ത് കൂടി ഇടാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചെയിനിൽ ഫ്രീ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഈ ഒരു മാല ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ആൻറ്റി ടർണിഷ് ചെയിനാണ് കേട്ടോ. ഇതിൻ്റെ കളർ അത്ര പെട്ടെന്നൊന്നും പോവില്ല, ഒരുപാട് കാലം യൂസ് ചെയ്യാനും പറ്റും. ഓരോ യൂസ് കഴിയുമ്പോഴും നല്ല വൃത്തിയായിട്ട് തുടച്ച് സൂക്ഷിച്ച് വെക്കുവാണെങ്കിൽ ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഒരു ആൻറ്റി ടർണിഷ് ചെയിനിന് 10 ഗ്രാമിന് 45 രൂപയാണ് കേട്ടോ ആയത്. അങ്ങനെ നമ്മുടെ മാല ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി പകൽ വെളിച്ചത്തിൽ ഇതിൻ്റെ ലുക്ക് കണ്ടാലോ, നല്ല രസമല്ലേ കാണാനായിട്ട്. ഈ കമ്മലമാലയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എന്തായാലും കമൻറ്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ ഒരു ഇയറിംഗ് ആൻഡ് ചെയിൻ സെറ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിലെ കൂടെ തന്നെ ഞാൻ ഒരു ബ്ലൂ ചെറിയ ഇയറിംഗ് കൂടി ഉണ്ടാക്കിട്ടോ. അതെങ്ങനെയുണ്ടെന്നും കമൻറ്റ് ചെയ്യണേ. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.